മൈഗ്രെയിനും അതിന്റെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവർക്ക് മാത്രമേ എത്രത്തോളം ഇന്റൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അക്കാഡമിക് ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും മാത്രമല്ല, ഫാമിലി, സോഷ്യൽ ലൈഫ് എന്നിവയിലൊക്കെ തന്നെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് വളരെ വലുതാണ്. മൈഗ്രെയിനിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പഠനത്തിലും ജോലിയിലും മാത്രമല്ല, ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിലെ പല കാര്യങ്ങളിലും അവർക്കുണ്ടാകുന്ന ഇൻട്രസ്റ്റ് കുറയാൻ കാരണമായേക്കാം. തങ്ങൾക്ക് കാര്യങ്ങൾ ശരിയായി ചെയ്യാൻ കഴിയില്ല എന്നും കരുതി ഒഴിവാക്കുന്നവരുമുണ്ട്. ഇത്തരത്തിൽ പല കാര്യങ്ങളും ഒഴിവാക്കുകയോ ഒറ്റപ്പെട്ടിരിക്കുകയോ ചെയ്യുന്നവരിൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, നിരാശ എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഡെവലപ്പ് ചെയ്യാനും പിന്നീട് അത്തരം കാര്യങ്ങൾ മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാനും കാരണമായേക്കാം. മൈഗ്രെയിൻ ഉള്ള 1/3 ആളുകൾക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ കേസ് ടേക്കിംഗ് നടത്തി മൈഗ്രെയിൻ ആണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ തലവേദനകൾ വരുന്നത് എന്ന് ശരിയായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിൽ തലവേദനയും ഇത്തരം ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതായും കാണപ്പെടാറുണ്ട്. ദീർഘകാലമായി മൈഗ്രെയിൻ ഉണ്ട്, പല മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല, ഇനി ഇതൊരിക്കലും മാറില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ ശരിയായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ ശ്രമിക്കുക. ഇത്തരം ഇൻഫർമേഷൻസിന് ഫോളോ ചെയ്യുക. ബൈ.